ഇന്ന് ലോകം ഏറെ ആശങ്കയോടെയാണ് പശ്ചിമേഷ്യയിലേക്ക് നോക്കുന്നത്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ റഷ്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. മേഖലയിൽ ഇനിയൊരു വൻ യുദ്ധം ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തടയാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും പരമാവധി സംയമനം പാലിക്കണം. വിനാശകരമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് ലോകത്തെ തള്ളിവിടാൻ ആർക്കും അവകാശമില്ല. ഇറാൻ ഈ മേഖലയിലെ നമ്മുടെ പ്രധാനപ്പെട്ട പങ്കാളി കൂടിയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഭീഷണി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ഏതൊരു രാജ്യത്തെയും പോലെ ഇറാനും അവകാശമുണ്ട്. എന്നാൽ സംഘർഷം ഇനിയും വഷളാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെയെല്ലാം വേരുകൾ കിടക്കുന്നത് ദശകങ്ങളായി പരിഹരിക്കപ്പെടാത്ത പലസ്തീൻ വിഷയത്തിലാണ്. സ്വതന്ത്രമായ ഒരു പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാതെ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം അസാധ്യമാണ്. നിർഭാഗ്യവശാൽ അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളും ഇവിടെ കാറ്റിൽ പറത്തപ്പെടുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ ചില വൻ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക, ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ഏകപക്ഷീയമായ നിലപാടുകൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സൈനികമായ നീക്കങ്ങളല്ല, മറിച്ച് നയതന്ത്രപരമായ ചർച്ചകളാണ് സത്യത്തിൽ വേണ്ടത്. റഷ്യ എല്ലായ്പ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണ്. മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായും സമാധാനപരമായ ചർച്ചകൾ തുടരാൻ ഞങ്ങൾ തയ്യാറാണ്. രക്തച്ചൊരിച്ചിലുകൾ അവസാനിപ്പിക്കാനും ഒരു സ്ഥിരത ഉറപ്പാക്കാനും ഒത്തൊരുമിച്ച് ലോകരാജ്യങ്ങളായ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. മധ്യേഷ്യയിലെ സംഘർഷത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നത് ഇപ്പോഴും പ്രയാസകരമാണ്. ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ഒന്നും പ്രവചിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ റഷ്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സൈനികമായ ആക്രോശങ്ങളല്ല, മറിച്ച് പരമാധികാരത്തെ ബഹുമാനിക്കുന്ന നയതന്ത്ര ചർച്ചകളാണ് ഇവിടുത്തെ ഏക പോംവഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറാനെ പോലുള്ള നമ്മുടെ തന്ത്രപരമായ പങ്കാളികൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രതികരിക്കുമ്പോൾ അതൊരു വൻ യുദ്ധത്തിലേക്ക് പടരാതിരിക്കാൻ ലോകശക്തികൾ ഉത്തരവാദിത്തം കാണിക്കണം. ആധുനിക ലോകത്ത് യഥാർത്ഥ പരമാധികാരമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാവൂ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വന്തം കരുത്തിൽ വിശ്വസിച്ച് ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിലൂടെ പുതിയ സാമ്പത്തിക നയതന്ത്ര മാതൃകകൾ സൃഷ്ടിക്കാൻ റഷ്യ എന്നും മുന്നിലുണ്ടാകും എന്ന് ഞാൻ അറിയിക്കുന്നു.